പത്തനംതിട്ട തുലാപ്പള്ളിയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെട്ട ബിജുവിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക വിവരങ്ങൾ മാതൃഭൂമി ന്യൂസിന്. ബിജുവിന്റെ ശരീരത്തിൽ നിരവധി ഒടിവുകളുണ്ട്, വാരിയെല്ലും ഇടുപ്പെല്ലും അടക്കം ഒടിഞ്ഞുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. CK അഭിലാൽ നൽകും വിവരങ്ങൾ. അഭിലാൽ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാകുന്നത്? പ്രതീഷ്, ക്രൂരമായ ആക്രമണത്തിനിരയായി തന്നെയാണ് ബിജു മാത്യുവിന് മരണം സംഭവിച്ചത് എന്ന് വ്യക്തമാക്കുന്നതാണ് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരങ്ങൾ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പൂർത്തിയാക്കിയ പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിവരങ്ങൾ വൈകാതെ പോലീസിന് കൈമാറും എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ശരീരത്തിൽ ആകമാനം ഒടിവുകളും ചതവുകളും ക്ഷതവും സംഭവിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നുണ്ട്. വിശദമായ വിവരങ്ങൾ ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും കൈമാറുക. ഏറ്റവും പ്രധാനപ്പെട്ടത് വലത് കൈക്കും കാലിനും പൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. 4 വാരിയെല്ലുകൾ ഒടിഞ്ഞു. തോളെല്ലിനും സംഭവിച്ചിട്ടുള്ളത് പൊട്ടലാണ്. പിടലിയും അതോടൊപ്പം തന്നെ ഇടുപ്പെല്ലും ഒടിഞ്ഞതായും പോസ്റ്റ്മോർട്ടത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കൂടാതെ ശരീരത്തിൽ പലയിടങ്ങളിലും പോറലുകളും അതോടൊപ്പം തന്നെ ഉരഞ്ഞ പാടുകളും ഉള്ളതായി വ്യക്തമാകുന്നുണ്ട്. ആന ബിജുവിനെ എടുത്തെറിയുകയും ചവിട്ടുകയും ചെയ്തു എന്നുള്ള ഒരു നിഗമനമാണ് ഫോറൻസിക് സയൻസ് വിഭാഗം പങ്കുവയ്ക്കുന്നത്.